ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഓഫീസിൻ്റെ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വർമ്മ മക്കളെ 3 പേരെയും വിളിച്ചിരിക്കുകയാണ്. കൂടെ ഐശ്വര്യയും വസുന്ധരയും ഉണ്ട്. ഇപ്പോൾ കമ്പനിയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാഫുകളുടെ ഇടയിലും ഐശ്വര്യയെ പറ്റി ചില പരാതികളുണ്ട്. ഇതിനെപ്പറ്റി ഐശ്വര്യയ്ക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാനുണ്ടോ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ തന്നെ ഐശ്വര്യ പറയുന്നുണ്ട്, അത് എൻ്റെ പിടിപ്പുകേട് കൊണ്ടല്ല ബിസിനസ് കുറയുന്നത്, ടോട്ടലി മാർക്കറ്റ് ഡൗണാ, അതുകൊണ്ടാ. പിന്നെ സ്റ്റാഫ്സിൻ്റെ കംപ്ലയിൻസും. കമ്പനിയോട് സിൻസിയർ അല്ലാത്ത പലരെയും ഞാൻ നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ വാശി അസൂയ അവരെ കാണിക്കുന്നത്. ഇത് കേട്ട് അരുൺ പറയുന്നുണ്ട്, അല്ല, ഈ പറയുന്നതൊന്നും സത്യമല്ല. ഇവരുടെ പൊങ്ങച്ചത്തിനും അഹങ്കാരത്തിനും കൂട്ടു നിൽക്കാത്ത സ്റ്റാഫുകളെയാ ഐശ്വര്യ ദ്രോഹിക്കുന്നത്. എല്ലാത്തിനും എസ് മൂളുന്നവരെയും തലയിൽ കയറ്റിവെക്കും. ഇത് കേട്ട് ഐശ്വര്യ പറയുന്നുണ്ട്, അരുണിന് എന്നോടുള്ള ദേഷ്യം കുറേ ദിവസം കൊണ്ട് തുടങ്ങിയതാ. എന്നെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ള സംസാരം ഈ മീറ്റിംഗിൽ വേണ്ട. എന്നാൽ ഇതൊക്കെ കേട്ട് വസുന്ധര പറയുന്നുണ്ട്, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കുടുംബ പ്രശ്നം തീർക്കാനാണോ അതോ കമ്പനി കാര്യം ചർച്ച ചെയ്യാനാണോ? കമ്പനിയുടെ ഓളിനോള് ഒരു സമയത്ത് അഖിയായിരുന്നു. അപ്പോൾ അഖിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട്, ഇനി ബിസിനസ് കൂട്ടാൻ കമ്പനി ലാഭത്തിലാക്കാൻ എന്താ വഴിയെന്ന് അഖി പറയട്ടെ എന്ന് വർമ്മ പറയുന്നുണ്ട്. അരുൺ പറയുന്നു, അതിനച്ചാ ഇപ്പോഴുള്ള നമ്മുടെ കമ്പനിയുടെ അഹങ്കാരിയായ വൈസ് ചെയർപേഴ്സനെ ആദ്യം മാറ്റണം. ഇത് കേട്ട് ഐശ്വര്യ ദേഷ്യത്തോടെ അരുണിനോട് പറയുന്നുണ്ട്, അരുണെ, ഞാൻ മീറ്റിംഗ് ആണെന്ന് നോക്കത്തില്ല. വസുന്ധര പറയുന്നു, അരുണെ, ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. വസുന്ധര പറയുന്നുണ്ട്, ഞാൻ മുന്നേ പറഞ്ഞു, നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. അഖിയോട് പറയാനും പറയുന്നുണ്ട്. അഖി, നമ്മുടെ കമ്പനി നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കമ്പനിക്ക് ഒരിക്കലും ദോഷം വരാൻ പാടില്ല. പറ്റിയ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയ് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അഖിൽ നിൽക്കുന്നു. വസുന്ധര പറയുന്നുണ്ട് അഖിയോട്, അഖി, നിനക്ക് ബിസിനസിന്റെ കാര്യത്തിൽ വളരെ എക്സ്പീരിയൻസ് കൂടുതലാണ്. നീയും ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കമ്പനി നമുക്ക് പ്രധാനമാണ്. രക്ഷപ്പെടാനുള്ള മാർഗം പറയ്. അഖിൽ പറയുന്നു, എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. കമ്പനിയെ രക്ഷിക്കാനുള്ള ആദ്യ മാർഗം അരുണേട്ടൻ പറഞ്ഞതാ. അത് കേട്ട് ഐശ്വര്യ വീണ്ടും ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. വൈസ് ചെയർപേഴ്സൺ ഐശ്വര്യ മേഡത്തെ ആ സ്ഥാനത്ത് നിന്നങ്ങ് മാറ്റണം. അത് നമുക്ക് തീരുമാനിക്കാമെന്ന് വർമ്മയും പറയുന്നുണ്ട്. പക്ഷേ അഖി പഴയതുപോലെ കമ്പനി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അത് കേട്ടപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, അത് ശരിയാണെന്ന്. എന്നാൽ ഐശ്വര്യയുടെ കാര്യത്തിൽ വസുന്ധരയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ചൊന്നും പറയാനും സാധിക്കുന്നില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ട് ഐശ്വര്യ പ്രകടിപ്പിക്കുന്നുണ്ട്. ആംഗ്യത്തിലൂടെയൊക്കെ അമ്മയോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ. വൈസ് ചെയർപേഴ്സന്റെ കാര്യം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്തിട്ട് വേണ്ടതുപോലെ ചെയ്യാം. അഖി കമ്പനിയുടെ മൊത്തത്തിലുള്ള ചുമതല ഏൽക്കട്ടെ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു, അത് തന്നെയാ എൻ്റെ അഭിപ്രായം. അഖി കമ്പനി ചുമതല ഏൽക്കട്ടെ. അഖിൽ അത് കേട്ടിട്ട് പറയുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ കണ്ടീഷൻ ആദ്യം നടപ്പിലാക്കണം. ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു, എന്നെ പുറത്താക്കിയ അഖി അടങ്ങുമല്ലേ? ഇത്രയ്ക്ക് വാശി എന്താ അഖിലിന് എന്നോട്? അഖി വീണ്ടും പറയുന്നു, നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഞാൻ സമ്മതിക്കണമെങ്കിൽ നിലവിലുള്ള വൈസ് ചെയർപേഴ്സണെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് ശ്യാമയെ നിയമിക്കണം. അതുകൂടി കേട്ടപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യയും വസുന്ധരയും. എന്നാൽ വസുന്ധരയ്ക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് നല്ലൊരു നിർദ്ദേശമാണെന്ന് അരുൺ പറയുന്നു. അരുണിനെ ഐശ്വര്യ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ആദിക്കും സമ്മതമാണ്. ആ അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വർമ്മ പറയുന്നുണ്ട്. വസുന്ധര പറയുന്നു, ഈ കമ്പനിയുടെ ചെയർപേഴ്സണായി ശ്യാമ ഈ പടി കയറുന്ന ദിവസം ഞാൻ കമ്പനിയിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നേക്കുമായി. അഖിൽ പറയുന്നു, അറിയാം, എനിക്കറിയാമായിരുന്നു ഇതായിരിക്കും മറുപടിയെന്ന്. ഞാൻ എൻ്റെ പുന്നാര അമ്മയുടെ മനസ്സ് ഒന്നുകൂടി അറിയാൻ വെറുതെ പറഞ്ഞതാ. എൻ്റെ ശ്യാമയുടെ കരിയർ ഇവിടെ കമ്പനി നടത്തി തീർക്കാനുള്ളതല്ല. അയാൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ കമ്പനി ചുമതല ഏൽക്കുന്ന കാര്യം നടക്കില്ല. എനിക്ക് തൽക്കാലം അത്യാവശ്യം ജീവിക്കാൻ മാർഗമുണ്ട്. പച്ചക്കറി ബിസിനസ്, ആ ചെറിയ ലാഭം മതി എനിക്ക്. ഇത് കേട്ട് വസുന്ധര പറയുന്നു, ഈ കമ്പനിയുടെ വളർച്ചയിൽ നിന്റെ വിയർപ്പുണ്ട്. അമ്മ അന്ന് കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്നെ മാറ്റുമ്പോൾ ഓർത്തില്ലേ? എൻ്റെ കട അടച്ചിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പോവുക. എൻ്റെ ബിസിനസ് അതാ എനിക്കിപ്പോൾ പ്രധാനം. ഇത്രയും പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം അശ്വതിയെ അരുൺ വാങ്ങിച്ചു തന്ന ഡ്രസ്സുകളൊക്കെ കാണിക്കുകയാണ് ശ്രീകുട്ടി. ഒരു ഫ്രോക്ക് എടുത്ത് തൻ്റെ ദേഹത്ത് വെച്ചിട്ട് ചോദിക്കുന്നു, ഇതെനിക്ക് ചേരുന്നുണ്ടോ അമ്മയെന്ന്. അത് കണ്ട് സന്തോഷത്തോടെ അശ്വതി പറയുന്നുണ്ട്, പിന്നിലെ നന്നായിട്ടുണ്ട്, മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. വേറെയും ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതും നന്നായിട്ടുണ്ട് സുന്ദരിക്കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും ചെരുപ്പ് എടുക്കുകയാണ്. ഇനിയും ഒരുപാട് സമ്മാനങ്ങളുണ്ട്, എല്ലാം അരുണങ്കിൾ വാങ്ങി തന്നതാണ്, നോക്കിയ എന്ന് പറഞ്ഞ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കവറിലിരുന്നിട്ട് അതെടുത്ത് കാണിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ മോൾക്കല്ല എന്നാ അങ്കിള് പറഞ്ഞത്, സൂക്ഷിക്കണം, അമ്മയുടെ കയ്യിൽ പ്രത്യേകം കൊടുക്കണമെന്നും പറഞ്ഞു. അശ്വതി അത് വാങ്ങി നോക്കുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ അരുൺ അങ്കിളിന് എന്നെ വലിയ ഇഷ്ടമാണെന്ന്? ഇത് കേട്ട് അശ്വതി പറയുന്നുണ്ട്, മനസ്സിലായി മോളെ. അമ്മയെല്ലാം എടുത്തു വെക്കുക, എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്, ഞാൻ ഇപ്പോഴാണ് ഓർത്തേ എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി പോകുന്നു. ആകാംക്ഷയോടെ അരുൺ വാങ്ങിച്ച സമ്മാനം എടുത്ത് നോക്കുകയാണ് അശ്വതി. അതിൽ മാലയും കമ്മലും ആയിരുന്നു. അത് കണ്ട് വളരെ സന്തോഷത്തോടെ അശ്വതി ഇരിക്കുന്നു.
തൻ്റെ കഴുത്തിൽ അത് വെച്ച് നോക്കുകയാണ് അശ്വതി. കണ്ണാടിയിൽ വെച്ച് അത് നോക്കുന്നു. അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. ഇത് നന്നായിട്ടുണ്ട് എന്നൊക്കെ കണ്ണാടിയിൽ നോക്കി പറയുന്നുണ്ട്. എന്നിട്ട് വാങ്ങിച്ചു തന്ന കമ്മലും ഇട്ട് നോക്കുന്നുണ്ട്. കമ്മലും മാലയും ഒക്കെ ഇട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അശ്വതി. എന്നിട്ട് വിചാരിക്കുന്നു, ഈ കമ്മലും മാലയൊക്കെ ഞാൻ ഇട്ടു, എനിക്ക് ഇഷ്ടമായെന്നൊക്കെ ഒന്ന് അറിയിക്കണമല്ലോ. എന്താ ഒരു വഴി, ഒന്ന് വിളിച്ചാലോ? വേണ്ട വേണ്ട, ഒരു വഴിയുണ്ട്. എന്നിട്ട് മാല കഴുത്തിൽ കിടക്കുന്നതായിട്ട് ഒരു സെൽഫി എടുക്കുകയാണ്. തൻ്റെ മുഖം കാണിക്കുന്നില്ല. മുഖം കാണിച്ചാൽ പറ്റില്ല, ഐശ്വര്യം കാണാൻ കണ്ട പ്രശ്നമാണെന്നും അശ്വതി വിചാരിക്കുന്നു. അത് അരുണിൻ്റെ ഫോണിലേക്ക് അയച്ചും കൊടുത്തു. എന്നാലും അരുൺ എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങിച്ചു തരുമെന്ന് എനിക്ക് എന്ത് സന്തോഷമായെന്നോ എന്നൊക്കെ ഒറ്റയ്ക്കിങ്ങനെ പറയുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് അരുൺ ഇങ്ങനെ മുറിയിൽ നടക്കുമായിരുന്നു. അശ്വതിയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ തൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്ത. പിന്നെ ശ്രീകുട്ടിയെക്കുറിച്ചും. ഷോപ്പിൽ വെച്ച് ശ്രീമോളെ കണ്ടതും ശ്രീമോൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തതും ഒക്കെ ആലോചിക്കുന്നുണ്ട്. ഞാൻ കൊടുത്തുവിട്ട സമ്മാനം ഇപ്പോൾ അബിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് വന്നത്. ആ മാലയും കമ്മലും ഇട്ടൊരു ഫോട്ടോയാണ് കാണുന്നത്. മുഖം നന്നായിട്ട് കാണുന്നില്ല. അത് കണ്ടപ്പോൾ അരുണിനും ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ ആ സമയം അവിടേക്ക് ഐശ്വര്യ വരുന്നുണ്ട്. നന്നായിട്ടുണ്ടല്ലോ, കൊള്ളാം, എൻ്റെ അബിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ ആ ഫോട്ടോയിൽ നോക്കി മനസ്സിൽ വിചാരിക്കുകയാണ് അരുൺ. എന്നാൽ ഐശ്വര്യ ഇത് ശ്രദ്ധിക്കുന്നു. ആ ഫോണിലെ ഫോട്ടോ കാണുകയാണ് ഐശ്വര്യ. അത് കണ്ട് ദേഷ്യത്തോടെ ഇരിക്കുന്നു. ദേഷ്യത്തോടെ ഐശ്വര്യ അരുണിനോട് ചോദിക്കുന്നുണ്ട്, ആരാ ഇതെന്ന്. പെട്ടെന്ന് അരുൺ അവിടെ നിന്നും ചാടി എണീറ്റിട്ട് ഫോൺ ഓഫാക്കി വെക്കുന്നുണ്ട്. ഇത് ആരുടെ ഫോട്ടോയാണെന്നാണ് ചോദിച്ചത്. പറ അരുൺ, ആ നെക്ലേസും കമ്മലും ഇട്ടിരിക്കുന്നത് ആരാ? അരുൺ സ്വപ്നം കണ്ട് നടക്കുന്നവളാണോ ഇത്? പറയാൻ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു. പെട്ടെന്ന് ആ ഫോട്ടോ ഡിലീറ്റ് ആക്കി കളയുകയാണ് അരുൺ. അറിയില്ല, എങ്ങനെയോ നമ്പർ മാറി വന്നതായിരിക്കും എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, അല്ല, നമ്പർ മാറി വന്നതല്ല, അതാ വേഗം ഡിലീറ്റ് ആക്കിയത്. ഇതാരാണെന്ന് എനിക്കിപ്പോൾ അറിയണം. ഓഹോ, അപ്പോൾ അവൾക്ക് നെക്ലസ് കമ്മലും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ അറിയാമല്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ആർക്കെന്ന് അരുൺ ചോദിക്കുന്നു. ആരാണ് നിങ്ങൾ നെക്ലസും കമ്മലും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത്? ആരാണ്? എനിക്കിപ്പോൾ അറിയണം. മറുപടി അരുണാ പറയേണ്ടത് എന്നൊക്കെ ദേഷ്യത്തോടെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, അങ്ങനെയൊന്നും ആരുമില്ല എന്ന് അരുൺ. അല്ല, ഇത് അവളാണ്. അവളെ അരുൺ സ്വപ്നം കണ്ടിരിക്കുന്നത്. അതാ എന്നോട് ഇത്രയും വെറുപ്പ്. ആരവള്? എനിക്കറിയണം എന്നും ഐശ്വര്യ പറയുന്നു. ഇല്ല, ആരുമില്ല, അങ്ങനെ ആരുമില്ല എന്ന് അരുൺ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ആ ഫോൺ ഇങ്ങോട്ട് എടുക്കുക, ഞാനൊന്ന് നോക്കട്ടെ. ആ ഫോട്ടോ വന്നത് ആരുടെ ഫോൺ നമ്പറിൽ നിന്നാണെന്ന് അറിയണമല്ലോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ ദേഷ്യത്തോടെ പറയുന്നു, വല്ലവരുടെയും ഫോൺ ഐശ്വര്യ നോക്കുന്നത് എന്തിനാണെന്ന്. വല്ലവരുടെയും ഫോണോ? എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്, ആ ഫോണാണ് ഞാൻ നോക്കുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ ഫോണ് ഹസ്ബൻഡിന് നോക്കാൻ അറിയാം, മനസ്സിലായോ എന്ന് പറഞ്ഞ് ഫോണുമായി അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ അരുൺ അവിടെ നിൽക്ക്, ആ ഫോൺ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് അരുണിൻ്റെ കയ്യിൽ നിന്നും ഐശ്വര്യ ആ ഫോൺ വാങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ അരുൺ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ദേഷ്യത്തോടെ ഐശ്വര്യ നിൽക്കുന്നു. ഇതവളാ, അതുറപ്പാ. സ്വപ്നം കണ്ട് നടക്കുന്നവളെ വിടില്ല ഞാൻ, അവളെ കണ്ടുപിടിക്കും ഞാൻ, എങ്ങനെയും ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഖിലാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ശ്യാമ അവിടേക്ക് വരുന്നു. ഇതുവരെ കിടന്നില്ലേ, എന്തായി ആലോചിക്കുന്നത് എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു. ഇന്നെന്നെ നമ്മുടെ കമ്പനിയിലേക്ക് അച്ഛനും അമ്മയും വിളിച്ചിരുന്നു. ഐശ്വര്യ അടുത്തിടെ പുതിയ പരിഷ്കാരങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ ആകെ കുളമാക്കിയിരിക്കുകയാണ്. എന്നോട് വീണ്ടും കമ്പനിയുടെ ചുമതല ഏൽക്കണമെന്ന് അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം. ശ്യാമ ചോദിക്കുന്നു. എന്നിട്ട് സാറ് സമ്മതിച്ചോ എന്ന്. ഇല്ലടോ, ആകെ കൺഫ്യൂഷനിലാണ് ഞാനെന്ന് അഖിൽ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ സമ്മതിക്കായിരുന്നില്ലേ, നമ്മുടെ കമ്പനിയല്ലേ, അതിനെന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ കുടുംബത്തെയല്ലേ അത് ബാധിക്കുന്നതെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. ആ തരത്തിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ ഇപ്പോൾ അതല്ല എൻ്റെ പ്രശ്നം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഒന്നും ആലോചിക്കാനില്ല, കമ്പനിയുടെ ചുമതല സാർ ഏറ്റെടുക്കണം. എടോ, അതല്ല ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്ന് അഖിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് ശ്യാമ ഇങ്ങനെ ഓർക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.